السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. صدق الله. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಉಡನಿಕೋಗುಲ್ಲೆ ಅವಕಾಶ ಆಗಿದ್ದಕ್ಕೆ ಜೋಗಿಬೆಟ್ಟು ಜಮಾತ್ ರ್ಯಾಂಕು ನಾನು ನನ್ನ ಯಾರು ಇಚ್ಚೋಲ್ಲ ಫಸ್ಟ್ ಆಯ್ತು ಬೆಲೆ ವಾಲೊಂದು ಚೊಲ್ಲ ಬುದ್ಧಿ ಸಿಕ್ಕಿಲ್ಲ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಜೋಗಿಬೆಟ್ಟು 5 ವರ್ಷ അഞ്ചാം ക്ലാസ് മദ്രസ കഴിഞ്ഞിട്ട് 9 വർഷമായിട്ട് പഠിച്ചോണ്ടുള്ളേ അല്ലാഹു തആല അനുഗ്രഹം കൊണ്ടിട്ടു ഇതൊക്കെല്ലാത്തിനും ഒരു സപ്പോർട്ടീവ് ആയിട്ട് നീണ്ടെങ്കിത്തെ ഒരാളായിരിക്കും. അതേപോലെ അവിടെ പഠിക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിൽ മുന്നോട്ട് നിൽക്കൊണ്ടു ഒരു സ്കൂൾ തന്നെ ഒരു മദ്രസ ആയിരിക്കും ജോഗിപ്പെട്ട് മദ്രസ. ಅದಕ್ಕೆ ಮೇನ್ ಆയിട്ട് ನನಗೆ ಕಾರಣಕರ್ತ ಉಸ್ತಾದ್ ಆಯ್ತಿಕ್ರೆ ഇവിടെ ലഭിച്ചിട്ടില്ല. അൽഹംദുലില്ലാ ഉസ്താദ് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അല്ലാഹു കൊടുത്താണ് കുമാറാകട്ടെ. ഏതായാലും ഡോമുടി വിഷയ നിങ്ങൾക്കെല്ലാം സാധാരണ ಬಂದಿಕ್ಕೋ ಎಲ್ಲರೂ ಬಂದು ಸ್ಪೀಚ್ ಆಗಿಟ್ಟಿಕ್ಕೋ ರಮದಾನ್ ಮಾಸದ ವಿಷಯ. അതേപോലെ അതുള്ള പ്രതിഫലം ಎಂದರೆ ಶ್ರೇಷ್ಠತೆ ಎಂದರೆ ಉಸ್ತಾದ ಕೊರೆ ಚೊಂತಂದಿಕ್ಕೋ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಇನ್ನೊരു ചെറിയ വിഷയ ഞങ്ങൾ എല്ലാവർക്കും ഒന്നിക്കുന്ന ഒരു വിഷയ ആയിട്ടിക്കರೆ ഞങ്ങൾ ഈ റീസെന്റ് 5-6 വർഷത്തേക്ക് മുന്നോളൂ മീഡിയത്തിലെ വെച്ചിട്ട് കുറെ ചർച്ചയಂತೆ ഒരു നടന്ന ഒരു വിഷയ ആയിട്ടിക്കರೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുപത്നിത്വത്തെ കുറിച്ചിട്ട് കുറെ മീഡിയ തങ്ങൾ ഇത് ടോപ്പിക് വെച്ചിട്ട് ചർച്ച ആക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയിട്ട് ഒരു നാല് ധർമ്മ അല്ലാത്തവನು നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ മധു ചൊന്നുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവന ചരിത്ര ഓതിയ ആള് നബി തങ്ങളെ ജീവനത്തെ കുറിച്ച് നല്ല ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടു ಅದರಲ್ಲಿ കമന്റ്സ് ഓതി പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുപത്നിത്വത്തെ കുറിച്ചിട്ട് അവിടെ വിമർശനാക്കിയ ഒരു കമന്റ്സ് കുറെ ഉണ്ട്. ನಂಗೆ ಇದೆಲ್ಲ ಕೇಳ್ಕೊಂಬ ಗೊಂತಿಕ್ಕನ ಇವರು ಡಿಸೈಡ್ ಇಕ್ಕರೆ ಫಸ್ಟ್ ಗಂಟೆ ಡಿಸೈಡ್ ಇಕ್ಕರೆ ಆಯಿಷಾ ಬೀಬಿಡೆ ചെറിയ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മങ്ങിലായിട്ട് ಇದಕ್ಕೆ ನಂಗೆ ಇಂದ್ರ ಉತ್ತರ കൊടുക്കൂല്ല ചൊന്നെങ്കിൽ പണ്ടത്തെ കാലത്തില് കുറെ ആൾമാർ നബി തങ്ങളെ വിരുദ്ധ കുറെ ആൾമാർ പാടിരാറ് കുറെ ആൾമാർ ചൊന്നരാറ് എഴുതിരാറ് ഇസ്ലാമിന്റെ വിരുദ്ധമായിട്ട് ഇസ്ലാമിന്റെ വിഷയ പറിച്ചിട്ട് ഇസ്ലാമിന്റെ വിരുദ്ധമായിട്ട് എഴുതിയ ഓരോണ്ടോളജിസ്റ്റ് അങ്ങ സമയത്ത് ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീവിയുടെ ചെറിയ വയസ്സിൽ മങ്ങിലെ ചൊല്ലൊരു വിഷയ ഓടും ആറും എന്തു ചൊന്നിട്ടില്ല. കാരണം പണ്ടത്തെ കാലത്ത് ഇതൊരു സാധാരണ വിഷയമായിട്ട് അതേപോലെ റീസെന്റ് ഇന്ത്യത്തിൽ സമയത്ത് ബാല്യ വിവാഹ ഇങ്ങനെ നടന്നു പോയിട്ട് അല്ലെങ്കിൽ ഇന്ത്യത്തെ ആൾമാർ ഇന്ത്യത്തെ കൾച്ചർ ഞങ്ങൾ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെറിയ പെണ്ണ് മങ്ങിലായിട്ട് ഞങ്ങൾ കുറെ അധർമ്മ തങ്ങ വിമർശിച്ചുള്ളാറ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മാത്തു ആ ചെറിയ പെൺ ആയിഷ ബീവി ആയിട്ട് ചെറിയ പെണ്ണിന്റെ മങ്ങിലാവുകയില്ല ആശയുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസ്റ്റ് മങ്ങിലായിട്ട് 45 വർഷത്തെ ഖദീജ ബീവിയുടെ ആയിരിക്കരുത്. അതും വിമർശിക്കുവാറ് പൈസ നോക്കിയിട്ട് മങ്ങിലായിട്ടായിരിക്കൂ. എപ്പ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മങ്ങിലായിട്ടാ അതേ ടൈമില് തന്റെ എല്ലാ സമ്പത്തും എല്ലാ മാലും അള്ളാഹുടെ മാർഗത്തില് ചിലവഴിക്കേണ്ട സഹോദരന്മാരെ ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുപത്നിത്വത്തെ കുറിച്ച് 4 ഹിക്മത്തായിട്ട് ചൊല്ലുകല്ലേ. ഒന്നാമത്തെ ഹിക്മത്തായിട്ട് ഹിക്മത്തുൻ തഹദീബിയ, അതായത് സംസ്കാര രൂപത്തിൽ ഒരു ഹിക്മത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഒരു നാല് പെണ്ണിങ്ങ വന്ന് കേട്ടിട്ട് ഈ ഹൈദിന്റെ വിഷയം ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻ കേട്ട് വയ്ക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ ആൻസർ ആക്കി ക്ലാസ് ചൊല്ലും തതഹിരി ബിഹാ ബി മിസ്കിൻ, അതായത് ഒരു മിസ്ക് കൊണ്ടിട്ട് അവിടെ ശുദ്ധിയാക്കിട്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു കൊടുക്കും. അത് ആ പെണ്ണിങ്ങൾക്ക് അർത്ഥമില്ല. ഒപ്പസ് കേട്ടിട്ട് ജന്മം കൊണ്ട കേട്ടിട്ടാകുമ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അവിടെ തങ്ങളെ മുട്ട ആയിഷ ബീവിക്കിട്ട് ആയിഷ ബീവി ആ പെണ്ണിങ്ങനെ കൈ വലിച്ചിട്ട് പോയിട്ട് ചൊന്നു കൊടുക്കൂടെ എല്ലാ വിഷയ എങ്ങനെ ശുദ്ധിയാക്കിട്ട് എല്ലാ വിഷയ ചൊന്നു കൊടുക്കൂടും. അപ്പൊ അല്ലാഹു തആല ഈ ദീന്റെ വിഷയ ഒരു സംസ്കാരത്തെ വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യമാരുടെ മുഖേന ഞങ്ങൾ ഈ ദീനെ പഠിപ്പാട്ടി തന്നത്. അതേപോലെ ആരെങ്കിലും മങ്ങിലായ കൊന്തിക്കൂ അങ്ങനെ പെഞ്ഞാമല്ല ഒരു വിഷയ ചൊന്നേലെന്തെങ്കിലും അങ്ങനെ നനപ്പിക്കല
അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലി ഓർമ്മങ്ങിലായിട്ട് നിങ്ങൾ കുറെ വിസയ നക്കിണ്ട് ദീന്റെ വിസയ നക്കിണ്ട് കിട്ടലാന്ത് സഹോദരന്മാരെ രണ്ടാമത്തെ വിസയ ഹിക്മത്തുൻ തശ്രീഇയ ദീന പഠിപ്പാട്ടുക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മങ്ങിലായിട്ട് അതായത് സൈനബ് ബിൻത് ജഹ്ഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മങ്ങിലായിട്ട് ഈ വിസയം ചൊന്നെങ്കിൽ തന്റെ അടിമയായിട്ട് സയ്യിദ് ഇബ്നു ഹാരിസ് തന്റെ അടിമയായിട്ട് സയ്യിദ് ഇബ്നു ഹാരിസ് ജഹ്ഷ ബീവിയുടെ മങ്ങിലാവുള്ളൂ കുറെ നാൾ പിന്നെ എന്താ മറിച്ചിന്റെ വിഷയത്തില് തൊലാക്കാവുള്ളൂ അപ്പ ഇസ്ലാമില് കുറെ ക്വസ്റ്റൻസ് ಬಂತು ഇസ്ലാമിൽ ദത്തു സിസ്റ്റം ഉണ്ട് അതായത് ബൽത്തിയ മോണ്ടെ പെഞ്ഞയുടെ നോക്കോൽ പോറണ്ടായിട്ട് അന്യ സ്ത്രീ ആയിട്ട് ബൽത്തിയ മോണ്ടെ പെഞ്ഞായി അന്യ സ്ത്രീ ആയിട്ട് ഇത് പഠിപ്പാട്ടുക്ക് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഓർഡർ ബണ്ട് സൈനബ് ബിൻത് ജഹ്ഷ ബീവിയുടെ മങ്ങിലാവുകോ അത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ ബീവിയുടെ മങ്ങിലാവുടു മൂന്നാമത്തെ ഡിസൈഡ് ഹിക്മത്തുൻ ഇജ്തിമാഇയ ഒരു സാമാജികപരമായിട്ട് എങ്ങനെ ജീവിക്കുന്നുണ്ട് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമുക്ക് പഠിപ്പാട്ടി തന്നത് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ വിഷയത്തിലും ഒട്ടിಗೆ ഇന്നങ്ങത്തെ ആൾമാരായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അതേപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ സന്തോഷിപ്പിക്കുകയായിട്ട് അങ്ങനെ ഖുശിയാക്കുകയായിട്ട് അല്ലാഹു തആലയുടെ ഓർഡർ ബണ്ട് ഹഫ്സ ബീവിയുടെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോളായ ഹഫ്സ ബീവിയുടെ മങ്ങിലാവുകു അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളായ ആയിഷ ബീവിയുടെ മങ്ങിലാവുകയായിട്ട് അല്ലാഹു തആലയുടെ ഓർഡർ ബണ്ട് അങ്ങനെ ഇതുകൊണ്ട് നിങ്ങൾ എന്താക്കുന്നു സന്തോഷിപ്പിക്കുന്നുണ്ട് നാലാമത്തെ വിഷയമായിട്ട് ഹിക്മത്തുൻ സിയാസിയ അതായത് ഞങ്ങ വേൾഡ് ഹിസ്റ്ററിയിൽ കുറെ നോക്കപ്പോയെങ്കിൽ ഇസ്ലാമിക ഹിസ്റ്ററി ആവട്ടെ ഇസ്ലാം അല്ലാത്ത ഹിസ്റ്ററി ആവട്ടെ ഞങ്ങൾ കുറെ നോക്കപ്പോയെങ്കിൽ അവിടെ പരസ്പര രാജാക്കന്മാരെ മോലെ മങ്ങിലാക്കി കൊടുത്തരാറ് ചില അധികാരി ആಡಳಿತ ഫാമിലിയെ തുടങ്ങണേ ഈ ഒരു മങ്ങില കാരണമായിട്ട് ചില ആಡಳಿತ ഫാമിലി ಒಡೆಯಡೆ ಇವಂತ ಮಂಗಿಲ ವಿಷಯದ ಕಾರಣಾಯಿಟ್ಟು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತನ್ನ ಮದೀನಕ್ಕೆ പോയപ്പോ അവിടെ ആൾമാർ ആരും കൊടുത്തില്ല അവിടെ ഇസ്ലാം അല്ലാത്ത ആൾമാർ അയ്യഷ ഹാലിനാര് ആ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെയുള്ള രാജാവായ ഹാരിസ് ഹഫ്സ ബിൻത് ഹാരിസ് നബി സല്ലല്ലാഹു ജുവൈരിയ ബിൻത് ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അവിടെയുള്ള വലിയൊരു കുടുംബമായിട്ട് ബനു മുസ്തലിഖ് കുടുംബ ആ ഒരു ബനു മുസ്തലിഖ് കുടുംബത്തെ രാജാവുടെ മോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മങ്ങിലാവുടും പിന്നെ ഹഫ്സ ബിൻത് അബൂ ഹുയൈ അത് ബനു ഖുറൈള ചൊല്ലൊരു ഗോത്ര ഇത് ആ ഗോത്രത്തൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടയിങ്ങനെ യുദ്ധത്തിൽ പിന്നെ ആ ഗോത്ര സോകുടു അതിൽ പിന്നെ അതിൽ ഒരു പെണ്ണിങ്ങ മെയിൻ ലീഡർ ആയ ഒരു പെണ്ണിങ്ങായിട്ട് ഹഫ്സ ബിൻത് അബൂ ഹുയൈ ആ പെണ്ണിങ് ഹഫ്സ ബീവി അബൂ ഹുയൈ റളിയല്ലാഹു അൻഹയുടെ മങ്ങിനായ പിന്നെ ആ കൗമെ ആ ബനു ഖുറൈള ചൊല്ല ഒരു ഗോത്രമേന്ദ്രവോട് ഇസ്ലാം സ്വീകരിക്കുന്ന സഹോദരന്മാരെ ലാസ്റ്റ് ആയിട്ട് അബൂ സുഫിയാന്റെ മോളായത്തെ ഉമ്മു ഹബീബ ഫസ്റ്റ് റമദാന്റെ പേരിന്ത് പിന്നെ ഉമ്മു ഹബീബ ചൊല്ല ഒരു പേര് വണ്ടി അബൂ സുഫിയാൻ വലിയൊരു നേതാവായിട്ട് അങ്ങനത്തെ ഒരു ഇസ്ലാമിന്റെ സ്പ്രെഡ് ആക്കുക ഒരു കാരണമായിട്ട് പിടിച്ചെങ്കിൽ ഒരു കാരണമായിട്ട് അതിലെ മോൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മങ്ങിലാവുടും ഇതൊരു നാല് ഹിക്മത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുപത്നിത്തെ കുറിച്ച് നമുക്ക് ചൊല്ലുകൊല്ലത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിരിസബെക്കും അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹ്ശറത്തിൽ ഹൗദുൽ കൗസർ കൈകൊണ്ട് വെള്ളം കോരി കുടിക്കുക അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് റമദാൻ മാസമായിട്ട് അല്ലാഹു റബ്ബു തആല 99 കൊലയാക്കിയിട്ട് 100ാമത്തെ ആളിനെ കൊല ചെയ്തതിന്റെ സമയത്ത് അല്ലാഹു തആല പുറത്തു കൊടുത്തറ അതേപോലെ മയ്യത്തിനെ വ്യഭിചരിച്ച ആൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തറ ഞങ്ങളുടെ ജീവിതത്തിൽ കുറെ തപ്പുങ്ങ ആയിട്ട് പോയിട്ട് ഇനി അങ്ങനത്തെ തപ്പു വരാണ്ടിരിക്കുവാനായിട്ടും ആയ തപ്പുക്ക് തൗബാക്കി അല്ലാഹു തആല മടങ്ങിയിട്ട് ഈ റമദാൻ മാസം ഞങ്ങൾ വിജയകരമാക്കുക അല്ലാഹു തആല ഞങ്ങൾ ചൊന്നതും നിങ്ങൾ കേട്ടതും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ അതേപോലെ ഇന്ത്യൻ മുസ്ലിമീങ്ങളും ഫലസ്തീനിലെ മുസ്ലിമീങ്ങളും ലോകത്തിലെ എല്ലാ മുസ്ലിമുകളും അല്ലാഹു സലാമത്തിലാക്കട്ടെ അല്ലാഹു തആല ഇസ്ലാമിന്റെ വിരുദ്ധമെന്ന് ഫിർഔൻ ഉത്ബത്ത് ശൈബത്ത് അബൂ ജഹൽ കുറെ വലിയ തീരട്സിന്റെ സമയത്ത് അല്ലാഹു തആല നശിച്ചിറ അതേപോലെ അല്ലാഹു തആല ഇസ്ലാമിന്റെ വിരുദ്ധമായിട്ട് ആരെല്ലാം കുതന്ത്ര കളിക്കാറ അല്ലാഹു തആല നശിക്കുമാറാകട്ടെ اللهم إنا نسألك من الخير كله آجله وعاجله ما علمنا منه وما لم نعلم اللهم إنا نعوذ بك من الشر كله آجله وعاجله ما علمنا منه وما لم نعلم اللهم إنا نسألك